ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ സമീപകാലത്ത് പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ നെയ്മർ സാന്റോസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. കോൺട്രാക്ട് പുതുക്കി 6 മാസത്തേക്കാണ് അദ്ദേഹം കരാർ പുതുക്കിയിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ ഈ സമ്മറിൽ യൂറോപ്പിലേക്ക് മടങ്ങും എന്നായിരുന്നു പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ യൂറോപ്പിലേക്ക് മടങ്ങാതെ 6 മാസത്തേക്ക് കൂടി നെയ്മർ സാന്റോസിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതേക്കുറിച്ച് TNT സ്പോർട്സ് ബ്രസീലിന്റെ ജേർണലിസ്റ്റായ ആൻഡ്രേ ഹെന്നിങ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നെയ്മർക്ക് ഓഫറുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പോവാത്തത്. നെയ്മറെ ഇപ്പോൾ ആർക്കും വേണ്ട. നല്ല ഓഫർ വന്നാൽ നെയ്മർ എന്തായാലും സാന്റോസ് വിടും എന്നൊക്കെയാണ് ആൻഡ്രേ ഹെന്നിങ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ സാന്റോസുമായി 6 മാസത്തേക്ക് കോൺട്രാക്ട് പുതുക്കാനുള്ള കാരണം അദ്ദേഹത്തിന് മറ്റു ഓഫറുകൾ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നെയ്മർ മടങ്ങിയെത്തിയതും ഇതേ കാരണം കൊണ്ടാണ്. സാന്റോസ് ആരാധകരോട് ഞാൻ ആദ്യം ഒരു സോറി പറയുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് നെയ്മർ സാന്റോസിലേക്ക് മടങ്ങിയെത്തിയത്. ഇപ്പോൾ സംഭവിക്കുന്നതും അതാണ്. നല്ല ഓഫറുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം തുടരുന്നത്. ഒരു ഓഫർ ലഭിച്ചു കഴിഞ്ഞാൽ നെയ്മർ ക്ലബ്ബ് വിടുക തന്നെ ചെയ്യും. ഇതാണ് ആൻഡ്രേ ഹെന്നിങ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നെയ്മർ ജൂനിയർക്ക് തീരെ ഓഫറുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയല്ല. ബ്രസീലിലെ മറ്റു ക്ലബ്ബുകൾ അദ്ദേഹത്തെ ഓഫറുമായി സമീപിച്ചിരുന്നു. തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷെ നെയ്മർ ജൂനിയർക്ക് വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അതൊക്കെ നിരസിച്ചുകൊണ്ടാണ് നെയ്മർ സാന്റോസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത്. പക്ഷെ തനിക്ക് അനുയോജ്യമായ ഓഫറുകൾ നെയ്മർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, വിടാതെ പിന്തുടരുന്ന പരിക്കുകൾ തന്നെയാണ്. പരിക്കുകൾ കാരണമാണ് യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകൾ നെയ്മർക്ക് ഓഫർ നൽകാൻ മടിച്ചിട്ടുള്ളത്. എന്നാൽ അടുത്ത ഡിസംബർ ആവുമ്പോഴേക്കും മികച്ച രൂപത്തിലുള്ള പ്രകടനമൊക്കെ കാഴ്ചവെച്ച് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ഏതെങ്കിലുമൊക്കെ ക്ലബ്ബുകൾ തനിക്ക് ഓഫറുകൾ നൽകുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നെയ്മറും അദ്ദേഹത്തിന്റെ പിതാവും ഉള്ളതെന്ന് ലുക്കാസ് മുസൈറ്റി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.